ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ മണിക്കൂറോളം ബാത്റൂമിൽ ഇരിക്കുന്ന ധാരാളം ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത്. ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ് മിക്കവരും ബാത്റൂമിൽ പോയിരിക്കുന്നത്. ഭാര്യയിൽ നിന്ന് രക്ഷപ്പെടാനോ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാനോ റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, കോളുകളില്ല, മീറ്റിംഗ്സ് ഇല്ല. ഒരു സമാധാനം കിട്ടാനാണ് മൊബൈലുമായിട്ട് നമ്മൾ ബാത്റൂമിൽ പോകുന്നത്. അവിടെ ഇരുന്ന് ചിലപ്പോൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും, ചിലപ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ ബുക്ക് വായിക്കും. 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളെ നമുക്കറിയാം. ഇത് ശരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മളിങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു റിലാക്സിങ് ചെയറിലല്ല പോയിരിക്കുന്നത്, നമ്മൾ ടോയ്ലറ്റിലാണ് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഏനൽ ഏരിയയിൽ കണ്ടിന്യൂസ് പ്രഷർ വരുന്ന സമയത്ത് ഹെമറോയിഡ്, പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് കുറേ ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ഏനൽ ഫിഷറിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കീറും, ബ്ലേഡ് ഇട്ട് കീറിയതുപോലുള്ള മുറിവുണ്ടാവും. അതുപോലെ മലബന്ധം ഉണ്ടാവും കുറേ ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഈ മലബന്ധം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഏനൽ ഫിഷർ കൂടുതലാവും. ഇങ്ങനെ കൂടുതൽ നേരം നമ്മൾ സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പെൽവിക് ഫ്ലോർ ഉണ്ട്, ആ ഒരു ഏരിയയിലുള്ള മസിൽസ് എല്ലാം വീക്കാവും. അത് നമുക്ക് പിന്നെ മലം അറിയാതെ പോകുന്നതിനൊക്കെ കാരണമാവും. ഒരു കാരണവശാൽ 5 മിനിറ്റ് കൂടുതലൊന്നും ബാത്റൂമിൽ പോയി സ്ട്രെയിൻ ചെയ്യുന്നത് നല്ലതല്ല. നിങ്ങൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 2-3 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. പിന്നെ അതുപോലെ ധാരാളം ഫൈബർ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തന്നെ കംപ്ലീറ്റ്ലി വയർ എംറ്റി ആവും. അതുപോലെ എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോൾ ഒരു സ്റ്റൂൾ, ഇപ്പോൾ വെസ്റ്റേൺ ഒരു ക്ലോസറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സ്റ്റൂൾ ഉപയോഗിച്ച് ഒരു 6 ഇഞ്ച് ഹൈറ്റ് വെച്ച് കാലിങ്ങനെ മടക്കിയിരിക്കുന്നതിനാണ് നല്ലത്, ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ. അങ്ങനെ ആയാൽ കുറച്ചും കൂടെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്രമാത്രം പൈൽസ് രോഗികൾ നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.